നമസ്കാരം. മിഡിസ്റ്റ് അവർ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. യമനിൽ അമേരിക്ക, ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു. സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒമാൻ അധികൃതർ വ്യക്തമാക്കി. ഗസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണവും ക്രൂരമായ യുദ്ധവും ഉപരോധവും തുടരുന്നതിനിടെ സൗഹൃദ രാജ്യങ്ങളുടെ യമനിലെ സൈനിക നടപടിയെ അപലപിക്കുകയാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഫലമായി മേഖലയിൽ സംഘർഷവും ഏറ്റുമുട്ടലും വ്യാപിക്കുമെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും കൈവരിക്കാൻ നീതിയുക്തവും സമഗ്രമായ സമാധാനവും വേണമെന്ന ഒമാന്റെ നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹുദൈദ, സൻആ തുടങ്ങി 10 ഇടങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത്. ചെങ്കടലിലെ ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന ഹൂത്തികൾക്ക് വ്യക്തമായ സന്ദേശം നൽകാനാണ് ബോംബാക്രമണമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത്. മീഡിയ 1, മസ്കത്ത്. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ ആക്രമിക്കുന്നത് സൗദിയുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഭീഷണിയാകില്ലെന്ന് ഹൂതി വക്താവ്. യമനിലെ ഹൂതി പ്രസ്ഥാനത്തിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുസലാമാണ് സമാധാന ചർച്ചകൾ മുടങ്ങില്ലെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതാണ് സംഘർഷം രൂക്ഷമാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഹമാസിന് വലിയ പിന്തുണയാണ് യമനിലെ വിമത വിഭാഗമായ ഹൂത്തികൾ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന മുഴുവൻ വാണിജ്യ കപ്പലുകളിലേക്കും ഹൂത്തി സംഘം ആക്രമണ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സൗദിയുമായി തുടരുന്ന സമാധാന ചർച്ചകളെ ഇത് ഒരിക്കലും ബാധിക്കില്ലെന്നാണ് ഹമാസ് വക്താവ് അബ്ദുൽ സലാം വ്യക്തമാക്കിയത്. ഒമാനിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും മധ്യസ്ഥതയിലാണ് ഹൂത്തികൾക്കും സൗദിക്കുമിടയിൽ നിലവിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത്. സൗദി സഖ്യസേന യമനിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെയും സമാധാന ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇസ്രായേലിനെയും അമേരിക്കയെയും ഗസയിൽ വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അബ്ദുൽ സലാം വ്യക്തമാക്കി. അതേസമയം ചെങ്കടലിലെ ഹൂത്തി ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് UN രക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യം ഹൂത്തി വക്താക്കൾ തള്ളിക്കളഞ്ഞു. അമേരിക്കൻ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ കളി മാത്രമാണതെന്നാണ് ഹൂത്തി വക്താവ് മുഹമ്മദ് അലി അൽ ഹൂത്തി പ്രതികരിച്ചത്. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അതിർത്തികൾക്കപ്പുറത്തേക്ക് സംഘർഷം രൂക്ഷമാകുന്നത് തടയാൻ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തമീം CP, മീഡിയ 1 റിയാദ്. ചെങ്കടലിലെ സമീപകാല സംഭവവികാസങ്ങളിലും യമനിലെ ആക്രമണങ്ങളിലും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രദേശത്തെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കണമെന്നും ചെങ്കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. നിരവധി രാജ്യങ്ങൾ ആശ്രയിക്കുന്ന കപ്പൽപാത സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. ഏഷ്യൻ കപ്പിൽ നാളെ ഓസ്ട്രേലിയക്കെതിരെ മലയാളി താരം സഹൽ അബ്ദുസമദ് കളിക്കില്ല. പരിക്ക് ഭേദമാകാത്തതാണ് കാരണം. അതേസമയം ഗാലറിയിൽ ആരാധകരുടെ ആവേശത്തിനായി കാത്തിരിക്കുകയാണെന്ന് സഹൽ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ആരാധകരെ ഭയക്കുന്നില്ലെന്നാണ് ഓസ്ട്രേലിയൻ താരങ്ങളുടെ പ്രതികരണം. സപ്പോർട്ടായിട്ട് വരിക, എന്തായാലും വരും. നമുക്കറിയാം, നമ്മളെല്ലാവരും അവരെ കാത്തിക്കുകയാണ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരെ സപ്പോർട്ടും ആ സൗണ്ടും അത് നമ്മൾക്കൊരു എക്സ്ട്രാ മോട്ടിവേഷനാണ്. അപ്പോൾ definitely we all are waiting for you guys. നിങ്ങളെല്ലാവരും വരുമെന്നറിയാം. ഗാലറിയിലെ ആരവങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അത് ടീമിന് വലിയ പ്രചോദനമാണെന്ന് സഹൽ പറഞ്ഞു. നിർണായക സമയത്ത് പരിക്കേറ്റത് നിരാശപ്പെടുത്തുന്നു. നാളെ കളിക്കാനാവാത്തത് വലിയ നഷ്ടമാണ്. I'll be roaring to be back with the team for the next 2 games, hopefully, if everything goes well. Yeah, it's really disappointing to be not available for the game tomorrow. സഹലും ആഷിക്കും ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ കളിക്കാൻ കഴിയാത്തത് നഷ്ടമാണെന്ന് കോച്ച് ഇഗോർ സ്റ്റിമാക്കും വ്യക്തമാക്കി. പക്ഷേ മറ്റു താരങ്ങൾ അത് അവസരമാക്കി മാറ്റണം. I don't have the right as a coach to push these players who are paid by their clubs to do anything stupid and silly because their heart is telling him that they would love to play the game. For me as a coach, the player needs to be 100% fit to come out and start the game. അതേസമയം ഇന്ത്യൻ ടീമിലെ 12ാമനായി മാറാനിടയുള്ള ആരാധക കൂട്ടത്തെ ഭയക്കുന്നില്ലെന്ന് ഓസ്ട്രേലിയൻ താരം ജാക്സൺ ഇർവിൻ പറഞ്ഞു. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആരാധകരിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. എന്നാൽ അത് തങ്ങളെ ബാധിക്കില്ലെന്ന് പറയുന്നു ഓസ്ട്രേലിയ. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. സൗദി അറേബ്യയും കാനഡയും വാണിജ്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര നിക്ഷേപ കൈമാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. നയതന്ത്ര ബന്ധം വഷളായിരുന്ന ഇരു രാജ്യങ്ങളും ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമാണ് പുതിയ നീക്കം.
സൗദി കനേഡിയൻ ബിസിനസ് കൗൺസിൽ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് പ്രസിഡന്റ് ഹസൻ അൽ ഹുവൈസിയാണ് വ്യക്തമാക്കിയത്. സൗദിയിലെ കനേഡിയൻ അംബാസഡർ ജീൻ ഫിലിപ്പ് ലെൻഡോയുമായും കനേഡിയൻ സൗദി ബിസിനസ് കൗൺസിൽ ചെയർമാൻ ജെഫ്രി സ്റ്റെയ്നറുമായും അൽ ഹുവൈസി വ്യാഴാഴ്ച റിയാദിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് വാണിജ്യബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സുപ്രധാന തീരുമാനം ഇരു രാജ്യങ്ങളും കൈക്കൊണ്ടത്. ഇതോടെ സൗദി അറേബ്യയിലെയും കാനഡയിലെയും ബിസിനസ് മേഖലകൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം പുനരാരംഭിക്കും. ബിസിനസ് കൗൺസിൽ സ്ഥാപിച്ചതോടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായികൾക്ക് വാണിജ്യ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഏറെ എളുപ്പമാകും. കൂടാതെ സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കാനും ഇരു രാജ്യങ്ങളിലും എക്സിബിഷനുകളും കോൺഫറൻസുകളും സംഘടിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. 16 ബില്യൺ റിയാലിന്റെ വ്യാപാരമാണ് നിലവിൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത്. വ്യാപാര കൗൺസിൽ കൂടി സ്ഥാപിച്ചതോടെ വലിയ നിക്ഷേപ സാധ്യതയുടെ വാതിലുകളാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും തുറന്നിടുക. തമീം CP, മീഡിയ 1 റിയാദ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടി ഊർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിന് സൗദിയും ഈജിപ്തും ധാരണയിലെത്തി. $150 കോടി ചെലവഴിച്ച് സ്ഥാപിക്കുന്ന പദ്ധതി വഴി 1 ജിഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പദ്ധതി വഴി 2.5 ദശലക്ഷം ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കാറ്റാടി ഊർജ്ജ ഉൽപാദന പദ്ധതിക്ക് സൗദിയും ഈജിപ്തും തമ്മിൽ ധാരണയായി. സൗദി കമ്പനിയായ ACWA ഈജിപ്ഷ്യൻ സർക്കാരുമായി കരാറിൽ ഒപ്പുവെച്ചു. $150 കോടി നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വഴി 1.1 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഗൾഫ് ഓഫ് സൂയസ്, ജബൽ അൽ സൈദ് മേഖലകളിലാണ് പദ്ധതി സ്ഥാപിക്കുക. കടൽ തീരക്കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം വഴി പ്രതിവർഷം 2.4 ദശലക്ഷം ടൺ കാർബൺ ബഹിർഗമനം കുറക്കാൻ സാധിക്കും. ഒപ്പം 84,000 ടൺ ഇന്ധനം ലാഭിക്കുവാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതി വഴി ഈജിപ്തിലെ 10 ലക്ഷം വീടുകളിൽ വൈദ്യുതി ഉറപ്പുവരുത്താൻ സാധിക്കും. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദ്ബോലി, ഈജിപ്തിലെ സൗദി അംബാസിഡർ അബ്ദുറഹ്മാൻ സാലെ എന്നിവർ കരാർ കൈമാറ്റ ചടങ്ങിൽ പങ്കാളികളായി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ തട്ടിപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി UAE സർക്കാരിന്റെ സൈബർ സുരക്ഷാ സമിതി. ഇടപാടുകാർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വ്യക്തിഗത വിവരങ്ങൾ ചോരാതിരിക്കാനും നടപടി വേണമെന്നും സൈബർ സുരക്ഷാ സമിതി നിർദ്ദേശിച്ചു. സാമ്പത്തിക നഷ്ടത്തിനപ്പുറം വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളടക്കം അപകടത്തിലാക്കുന്ന തലം ക്രിപ്റ്റോ തട്ടിപ്പുകൾക്കുണ്ടെന്ന് സൈബർ സുരക്ഷാ സമിതി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഹമദ് അൽ കുവൈത്തി പറഞ്ഞു. അടുത്തിടെ പുറത്തുവരുന്ന കണക്കുകളും പഠനങ്ങളും ഈ അപകട സാധ്യതകൾ വ്യക്തമാക്കുന്നതായും ഡിജിറ്റൽ കറൻസികളിലെ തട്ടിപ്പുകളെയും അതിന്റെ അനന്തരഫലങ്ങളെയും കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കകളുടെ വെളിച്ചത്തിലാണ് നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ ഭീഷണികളിൽ നിന്ന് ധനകാര്യ മേഖലയെ സംരക്ഷിക്കുന്നതിനും സൈബർ മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും നീക്കങ്ങൾ അധികൃതർ തുടരുകയാണ്. വ്യാജ ഇമെയിലുകളിലൂടെയോ ടെക്സ്റ്റ് സന്ദേശങ്ങളിലൂടെയോ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും ധനകാര്യ വിവരങ്ങളും തട്ടിയെടുക്കുന്നതാണ് തട്ടിപ്പുകളിൽ പ്രധാന രീതി. അതോടൊപ്പം ആപ്പുകളോ വെബ്സൈറ്റുകളോ ഹാക്ക് ചെയ്ത് ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ മോഷ്ടിക്കുന്ന രീതിയും നിലവിലുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നിശ്ചിത ലാഭം വാഗ്ദാനം ചെയ്യുന്നതാണ് മറ്റൊരു തട്ടിപ്പ് രീതി. ഈ രീതി മുഖേന യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളുടെ പണം അപഹരിക്കുകയാണെന്നും അധികൃതർ വിശദീകരിച്ചു. മീഡിയ 1, ദുബൈ. മക്കയിലെ മസ്ജിദുൽ ഹറമിനെ വിവിധ സോണുകളാക്കി തിരിക്കാൻ പദ്ധതി. സന്ദർശകരുടെയും ഹറം ജോലിക്കാരുടെയും തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടനം സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഹറമും പരിസരങ്ങളും വ്യത്യസ്ത സോണുകളായി തിരിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള കരാർ കൈമാറ്റം പൂർത്തിയായി. ഇരുഹറം കാര്യ മന്ത്രാലയം സൗദി പോസ്റ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മസ്ജിദുൽ ഹറമിനെയും മുറ്റങ്ങളെയും വിവിധ സോണുകളായി തിരിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുക, ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള ധാരണാപത്രത്തിൽ മന്ത്രാലയവും സൗദി പോസ്റ്റൽ കമ്പനിയും ഒപ്പുവെച്ചു. പദ്ധതിയിലൂടെ സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുക, ആവശ്യാനുസരണം ജീവനക്കാരെ ലഭ്യമാക്കുക, സേവന നിലവാരം ഉയർത്തുക, ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കാൻ സൗകര്യമൊരുക്കുക, ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തുക തുടങ്ങിയവ ലക്ഷ്യമിടുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തും സൗദിയും ഹജ്ജ് കരാറുകളിൽ ഒപ്പുവച്ചു. തീർത്ഥാടകരുടെ എണ്ണം, താമസം, യാത്രാ നടപടികൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. അതിനിടെ കുവൈത്ത് തീർത്ഥാടകർക്ക് മികച്ച പരിചരണവും സേവനവും നൽകുമെന്ന് ജിദ്ദയിലെ കുവൈത്ത് കൌൺസൽ ജനറൽ മുഹമ്മദ് അൽ മുദൈരി വ്യക്തമാക്കി. നേരത്തെ സൗദിയിൽ നടന്ന ഹജ്ജ് ഉംറ എക്സിബിഷനിലും കുവൈത്ത് പ്രതിനിധി സംഘം പങ്കെടുത്തിരുന്നു.
റിയാദിലേക്ക് മികച്ച നിക്ഷേപകരെയും പ്രതിഭകളെയും ആകർഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പ്രീമിയം ഇഖാമകൾക്കുള്ള നിബന്ധനകൾ പുറത്തിറക്കി. ഇഖാമയ്ക്കുള്ള യോഗ്യതയും അപേക്ഷയും പ്രീമിയം റെസിഡൻസി പോർട്ടൽ വഴി ലഭ്യമാകും. 5 വിഭാഗങ്ങളിലായാണ് പ്രീമിയം ഇഖാമകൾ അനുവദിക്കുക. 5 വിഭാഗങ്ങൾക്കാണ് പുതിയ മാനദണ്ഡ പ്രകാരം പ്രീമിയർ ഇഖാമകൾ അനുവദിക്കുക. സ്പെഷ്യൽ ടാലന്റ് റെസിഡൻസിയാണ് ഇവയിൽ ആദ്യത്തേത്. ആരോഗ്യ, ശാസ്ത്ര, ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ, രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകളിലുള്ള എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കാണ് ഇഖാമ അനുവദിക്കുക. പ്രൊഫഷണലുകൾക്ക് 35,000 റിയാലും ഗവേഷകർക്ക് 14,000 റിയാലും എക്സിക്യൂട്ടീവുകൾക്ക് 80,000 റിയാലും കുറഞ്ഞ വേതനം ഉണ്ടായിരിക്കണം. 5 വർഷത്തേക്കാണ് പ്രീമിയം റെസിഡൻസ് അനുവദിക്കുക. 4,000 റിയാൽ ഫീസ് വരുന്ന ഇഖാമ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാൽ പുതുക്കാനുള്ള അവസരവുമുണ്ടാകും. കല, കായിക, സാംസ്കാരിക മേഖലകളിലെ വിദഗ്ധർക്ക് അനുവദിക്കുന്ന ഗിഫ്റ്റഡ് റെസിഡൻസിയാണ് രണ്ടാമത്തേത്. കായിക മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയാണ് ഇതിന്റെ യോഗ്യത. 4,000 റിയാൽ ഫീസ് വരുന്ന 5 വർഷ ഇഖാമയാണ് ഇതും. നിബന്ധനകൾക്ക് വിധേയമായി പുതുക്കുകയും അനിശ്ചിതമായി കാലാവധി നീട്ടി നൽകുകയും ചെയ്യും. നിക്ഷേപകർക്കുള്ള ഇൻവെസ്റ്റർ റെസിഡൻസിയാണ് മൂന്നാമത്തേത്. സൗദി നിക്ഷേപ മന്ത്രാലയത്തിന്റെ നിക്ഷേപക ലൈസൻസും ആദ്യ 2 വർഷത്തിനുള്ളിൽ 70 ലക്ഷം റിയാലിൽ കുറയാത്ത നിക്ഷേപവും കുറഞ്ഞത് 10 പേർക്ക് തൊഴിലവസരവും സൃഷ്ടിക്കൽ എന്നിവയാണ് യോഗ്യത. 4,000 റിയാൽ ചിലവ് വരുന്ന 5 വർഷ ഇഖാമയോ സ്ഥിരതാമസ ഇഖാമയോ അനുവദിക്കും. എന്റർപ്രണർ റെസിഡൻസിയാണ് അടുത്തത്. 4 ലക്ഷം മുതൽ 15 ദശലക്ഷം വരെ നിക്ഷേപമുണ്ടാക്കുക, സ്റ്റാർട്ടപ്പിൽ 20% വിഹിതമുണ്ടാക്കുക, ആദ്യ വർഷം 10 പേർക്കും 2ാം വർഷം 20 പേർക്കും തൊഴിൽ സാധ്യത സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് യോഗ്യതകൾ. റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസിയാണ് അവസാനത്തേത്. 40 ലക്ഷം റിയാലിൽ കുറയാത്ത മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തി ഉണ്ടായിരിക്കുക, വസ്തു താമസ കെട്ടിടമായിരിക്കുക, വസ്തു പണയപ്പെടുത്താതിരിക്കുക തുടങ്ങിയവയാണ് ഇവക്കുള്ള നിബന്ധനകൾ. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിലേക്ക് ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ത്വരിതഗതിയിലാക്കുവാനൊരുങ്ങി ആഭ്യന്തര മന്ത്രാലയം. വിദേശത്തു നിന്ന് രാജ്യത്തേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുവാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദാണ് ഇത് സംബന്ധമായി വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സാലം അൽ അബ്ദുള്ളക്ക് കത്തയച്ചത്. കുവൈറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനമായ അൽദുറ കമ്പനി വിവിധ രാജ്യങ്ങളിൽ നേരിടുന്ന റിക്രൂട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് സഹായം അഭ്യർത്ഥിച്ചത്. റിക്രൂട്ട്മെന്റ് നടപടികൾ എളുപ്പവും സുതാര്യവുമാക്കുന്നതിന്റെ ഭാഗമായി അതാതു രാജ്യങ്ങളിലെ അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുവാനും അൽദുറ കമ്പനിക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. അതിനിടെ ആഭ്യന്തര മന്ത്രാലയം, മാൻ പവർ പബ്ലിക് അതോറിറ്റി, വാണിജ്യ മന്ത്രാലയം എന്നിവരടങ്ങുന്ന ത്രികക്ഷി സമിതിയുടെ നേതൃത്വത്തിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ പരിശോധന തുടർന്നു. ഫർവാനിയ, ജലീബൽ ഷുയേഖ് എന്നീ പ്രദേശങ്ങളിൽ നടന്ന പരിശോധനയിൽ ഗാർഹിക തൊഴിലാളി നിയമവും വാണിജ്യ മന്ത്രാലയത്തിന്റെ തീരുമാനവും ലംഘിച്ചതിന് നിരവധി ഓഫീസുകൾ പിടികൂടി. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 4 ദിവസമായി നടക്കുന്ന പരിശോധനയിൽ ഇതുവരെയായി 78-ലധികം റിക്രൂട്ട്മെന്റ് ഓഫീസുകളാണ് അടച്ചുപൂട്ടിയത്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഡിസ്റ്റവർ തുടരുന്നു. എയർ അറേബ്യ ഒമാനിലെ സൊഹാറിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുന്നു. സൊഹാർ ഷാർജ സർവീസുകൾ ജനുവരി 29 മുതൽ ആരംഭിക്കും. ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 3 സർവീസുകളാണ് ഉണ്ടാവുക. ഷാർജയിൽ നിന്ന് രാവിലെ 8:40 പുറപ്പെടുന്ന വിമാനം 9:20 സുഹാറിലെത്തും. ഇവിടെ നിന്ന് രാവിലെ 10 പുറപ്പെട്ട് ഷാർജയിൽ 10:40 എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എയർ അറേബ്യ വെബ്സൈറ്റിൽ ബുക്കിംഗിനുള്ള സൗകര്യം ആരംഭിച്ചിട്ടില്ല. എയർ അറേബ്യയുടെ തിരിച്ചുവരവ് ബാത്തിന മേഖലയിലെ മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സുഹാറിൽ നിന്ന് എയർ അറേബ്യയിൽ യാത്ര പുറപ്പെടുന്നവർക്ക് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഇന്ത്യൻ സെക്ടറുകൾ ഉൾപ്പെടെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഷാർജ വഴി യാത്ര ചെയ്യാൻ അവസരം ലഭിക്കും. സുഹാർ എയർപോർട്ട് ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ 302% വരെയാണ് വർധനവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1422 പേരാണ് സുഹാർ വഴി യാത്ര ചെയ്തത്. മുൻവർഷം ഇതേ കാലയളവിൽ 354 യാത്രക്കാരുടെ എണ്ണം. വിമാനങ്ങളുടെ എണ്ണത്തിൽ 374% വർധനവുണ്ടായി. മസ്കത്ത്, സലാല വിമാനത്താവളങ്ങളിലേക്ക് എയർ അറേബ്യ നിലവിൽ സർവീസുകൾ നടത്തിവരുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. ബഹ്റൈനിൽ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ നിലവിലെ 30 ദിവസത്തിന് പകരം 60 ദിവസം കസ്റ്റഡിയിൽ വെക്കുമെന്ന് ഗതാഗത മന്ത്രാലയം. ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. തെറ്റായ ഡ്രൈവിംഗ് രീതികളും നിയമം പാലിക്കാതെയുള്ള നടപടികളും റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കൂടാതെ വാഹനങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതും കുറ്റകരമാക്കി.
വിവിധ രീതിയിൽ ട്രാഫിക് നിയമം ലംഘിച്ച 121 വാഹനങ്ങൾ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 81 കാറുകളും 40 മോട്ടോർ സൈക്കിളുകളുമാണ് പിടിച്ചെടുത്തത്. 496 പേർക്ക് പിഴ വിധിക്കുകയും ചെയ്തു. അൽഖവാനിജിൽ അഭ്യാസ പ്രകടനം നടത്തിയവരാണ് പിടിയിലായവർ. അൽഖവാനിജിലെയും ലാസ്റ്റ് എക്സിറ്റിലെയും നിവാസികളിൽ നിന്ന് നിരവധി പരാതികളും റിപ്പോർട്ടുകളും ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തി നിയമലംഘകരെ കണ്ടെത്തുകയായിരുന്നുവെന്ന് ദുബായ് പോലീസ് അധികൃതർ വെളിപ്പെടുത്തി. പിടിയിലായവരിൽ പലരും ഗുരുതര നിയമലംഘനം നടത്തിയവരാണ്. 1.5 ലക്ഷം ദിർഹം ഫൈൻ അടച്ചാൽ മാത്രമേ വാഹനങ്ങൾ വിട്ടുനൽകുകയുള്ളൂ. നിയമലംഘനത്തിന്റെ വ്യാപ്തി അനുസരിച്ച് വാഹനങ്ങൾ തടഞ്ഞുവെക്കുന്നതിനുള്ള സമയപരിധിയും ഫൈനിന്റെ തുകയും ഫെഡറൽ നിയമമനുസരിച്ച് മാറും. അപകടകരമായ ഡ്രൈവിംഗിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും പോലീസ് അധികൃതർ ആവശ്യപ്പെട്ടു. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള നിരുത്തരവാദപരമായ ഡ്രൈവിംഗ് രീതി തടയാൻ രക്ഷിതാക്കൾ സജീവ ഇടപെടൽ നടത്തുകയും കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും വേണം. ദുബായ് പോലീസ് അധികൃതർ നിർദ്ദേശിച്ചു. മീഡിയ 1 ദുബായ്. അബുദാബി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് സ്ട്രീറ്റ് ജനുവരി 13 മുതൽ ജനുവരി 15 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. 13 പുലർച്ചെ 12 മുതൽ 15 പുലർച്ചെ 5 മണി വരെയാണ് റോഡ് അടച്ചിടുക. തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയ 84 പ്രതികളുടെ വിചാരണ അടുത്ത മാസം 7, 8 തീയതികളിലേക്ക് മാറ്റി. അബുദാബി ഫെഡറൽ അപ്പീൽ കോടതിയാണ് ഉത്തരവിട്ടത്. പ്രതികളിൽ ഭൂരിഭാഗം പേരും മുസ്ലിം ബ്രദർഹുഡിന്റെ അംഗങ്ങളാണ്. 6 മാസത്തെ അന്വേഷണത്തിൽ കമ്മീഷന് മതിയായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് അറ്റോർണി ജനറൽ കഴിഞ്ഞ ദിവസം പ്രതികളെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് റഫർ ചെയ്തത്. കുവൈത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 45,000 നാർക്കോട്ടിക് ക്യാപ് ഗൺ ഗുളികകളും 170ഓളം ലെറിക്ക ഗുളികകളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. അബ്ദലി അതിർത്തിയിൽ നടത്തിയ കസ്റ്റംസ് പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തത്. പിടികൂടിയ പ്രതികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പ്രൊഫഷണൽ തൊഴിലാളികൾക്കായി സാങ്കേതിക ടെസ്റ്റുകൾ നടത്തുന്നതിന് കുവൈത്ത് മാൻ പവർ അതോറിറ്റിയും അപ്ലൈഡ് എഡ്യൂക്കേഷനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൂഖ് ദെഫൽ ഒദൈബിയും പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹസൻ അൽ അജാമിയുമാണ് കരാറിൽ ഒപ്പിട്ടത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനായി വിദഗ്ധ തൊഴിലാളികൾക്ക് ടെസ്റ്റ് നിർബന്ധമാകുമെന്നാണ് സൂചനകൾ. ഇതിലൂടെ രാജ്യത്തെ തൊഴിലാളികളുടെ കാര്യക്ഷമതയും ഗുണനിലവാരവും വികസിപ്പിക്കുവാനും മികവുകൾ മെച്ചപ്പെടുത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സ്മാർട്ട് റിക്രൂട്ട്മെന്റിനായി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർദ്ദേശം നൽകിയിരുന്നു. കുവൈത്തിലെ സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ ആപ്ലിക്കേഷൻ വഴി 84,125 റെസിഡൻഷ്യൽ സേവനങ്ങൾ നൽകിയതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ സ്ഥിതി വിവരക്കണക്കാണ് ജനറൽ കോർപ്പറേഷൻ ഹൌസിംഗ് വെൽഫെയർ പുറത്തുവിട്ടത്. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് 2021 സെപ്റ്റംബർ 15 സഹൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. നിലവിൽ 35 വിവിധ സർക്കാർ ഏജൻസികളുടെ 356 ഇലക്ട്രോണിക് സേവനങ്ങളാണ് സഹൽ ആപ്പിൽ ലഭ്യമായിട്ടുള്ളത്. വിദ്യാലയങ്ങളിൽ ആരോഗ്യപ്രദമായ പോഷകാഹാരങ്ങൾ ഉറപ്പുവരുത്താൻ സംരംഭവുമായി ദുബായ് മുനിസിപ്പാലിറ്റി. സ്കൂളുകൾക്ക് ഭക്ഷണക്രമവും രീതികളും മാറ്റം വരുത്താൻ സഹായിക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം നൽകുന്നതാണ് പദ്ധതി. സ്കൂളുകളുടെയും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ക്യാന്റീനുകളിൽ ഏതെല്ലാം ഭക്ഷണം ലഭ്യമാക്കുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കാൻ പ്രത്യേക ഡിജിറ്റൽ പഠന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി 3 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. പോഷകാഹാരം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര ഉപഭോഗം എന്നിവയെക്കുറിച്ച് ഉള്ളടക്കവും ഇന്ററാക്റ്റീവ് ഗെയിമുകളും മൂല്യനിർണ്ണയ സംവിധാനവും സംവിധാനത്തിലുണ്ട്. അധ്യാപകർക്ക് കുട്ടികളെയും ഭക്ഷണം നൽകുന്ന കമ്പനികളുടെ ജീവനക്കാരെയും ബോധവൽക്കരിക്കാൻ സാധിക്കും. സംവിധാനം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് മുനിസിപ്പാലിറ്റി പരിശീലനം ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്കാവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നതിന് ദൈനംദിന ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഉൾപ്പെടുത്താനാണ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് ആരോഗ്യപ്രദവും സുസ്ഥിരവുമായ ഒരു ഭക്ഷ്യശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടർ സുൽത്താൻ അൽ താഹിർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഗ്രീൻ ലൈഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അവയവദാന ക്യാമ്പയിനിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫുജൈറയിൽ നടന്നു. UAE ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹയാത്ത് സംഘടനയുമായി ചേർന്നാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 100 കണക്കിന് ആളുകൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചു.
ഫുജേറ അൽ ഹൈൽ മീഡിയ പാർക്കിൽ നടന്ന പരിപാടി UAE മുൻ പരിസ്ഥിതി ജലവകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ കിന്ദി ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. അവയവദാനത്തിന് UAE നൽകുന്ന പ്രാധാന്യത്തെയും പിന്തുണയെയും അദ്ദേഹം പ്രശംസിച്ചു. KMCC UAE പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ, ഡോക്ടർ മോനി കെ വിനോദ്, സജി ചെറിയാൻ, ഫാദർ എബ്രഹാം വർഗീസ് എന്നിവർ ആശംസ നേർന്നു. ഫുജേറയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളായി 150ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഭൂരിപക്ഷം പേരും അവയവദാനത്തിന് സന്നദ്ധരായി പേര് രജിസ്റ്റർ ചെയ്തു. ജോസ് കോദൂർ, സിബിച്ചൻ ജോസഫ്, ഡോക്ടർ ജോബി ജോർജ്, ജിനീഷ് വർഗീസ്, ജോവിൻ ജോബ്, ബിനു കോശി, അനീഷ് മുക്കത്ത് എന്നിവർ മേൽനോട്ടം വഹിച്ചു. മീഡിയ 1 ഫുജേറ. കുവൈറ്റ് KMCC വടകര മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നു. പ്രസിഡന്റായി ഷാനവാസ് PKയും ജനറൽ സെക്രട്ടറിയായി കരീം നീലിയത്തിനെയും ട്രഷററായി അസ്ലം കടവത്തിനെയും തെരഞ്ഞെടുത്തു. അബ്ബാസിയ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നടന്ന ജനറൽ ബോഡി യോഗം സിദ്ദിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് ഫൈസൽ കടമേരി, ഡോക്ടർ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. ഇനി വിവിധ നഗരങ്ങളിലെ താപനില. കുവൈറ്റ് സിറ്റിയിൽ കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്തിൽ 18 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. സലാലയിൽ 21 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില, 27 ഡിഗ്രി കൂടിയ താപനില. ദുബൈയിൽ 17 ഡിഗ്രി കുറഞ്ഞ താപനില, കൂടിയ താപനില 19 ഡിഗ്രി സെൽഷ്യസ്. അബുദാബിയിൽ 18 ഡിഗ്രി കുറഞ്ഞ താപനില, 20 ഡിഗ്രി കൂടിയ താപനില. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 9 പൈസ, UAE ദിർഹം 22 രൂപ 55 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 75 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 18 പൈസ, കുവൈറ്റ് ദിനാർ 269 രൂപ 58 പൈസ, ബഹ്റൈൻ ദിനാർ 219 രൂപ 75 പൈസ.